നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. ജമ്മു കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ വൻ സ്ഫോടനം. പോലീസുകാരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 9 മരണം, 32 പേർക്ക് പരിക്ക്, 5 പേരുടെ നില അതീവ ഗുരുതരം. അപകടം ഫരീദാബാദിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ ഭീകരബന്ധമില്ലെന്ന് ജമ്മു DGP. ഊഹാപോഹങ്ങൾ അനാവശ്യമെന്ന് കേന്ദ്രം. ചെങ്കോട്ട സ്ഫോടനത്തിൽ 2 ഡോക്ടർമാർ കൂടി പിടിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിനാൽ മനം തൊന്ന് തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ ജീവനൊടുക്കി. ആത്മഹത്യ ചെയ്തത് തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ്. ആത്മഹത്യാക്കുറിപ്പിൽ RSS BJP നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം. സ്ഥാനാർത്ഥിത്വം നിരസിച്ചതിൽ തൃശൂരും കോഴിക്കോടും കൌൺസിലർമാരുടെ രാജി. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ നീക്കി. അപ്പീൽ നൽകുമെന്ന് കോൺഗ്രസ്. വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. K. ജയകുമാർ പ്രസിഡന്റായും K. രാജു ബോർഡ് അംഗമായും സത്യപ്രതിജ്ഞ ചെയ്തു. വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ മാറ്റുമെന്ന് K. ജയകുമാർ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങും നാളെ. ബീഹാറിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവം. മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ. BJPക്ക് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം. സത്യപ്രതിജ്ഞ ഈ മാസം 18 സൂചന. കനത്ത തോൽവി വിലയിരുത്തി കോൺഗ്രസ്. വോട്ടുകൊള്ളയിലെ തെളിവ് പുറത്തുവിടുമെന്ന് KC വേണുഗോപാൽ. പാലത്തായി പോക്സോ കേസിൽ BJP നേതാവ് K. പത്മരാജന് മരണം വരെ ജീവപര്യന്തം ശിക്ഷ. 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് പോക്സോ പ്രകാരം 40 വർഷം തടവ്. ശിക്ഷ വിധിച്ചത് തലശ്ശേരി പോക്സോ സ്പെഷ്യൽ കോടതി. സന്തോഷകരമായ വിധിയെന്ന് പ്രോസിക്യൂഷൻ. രാഷ്ട്രീയ വിവാദമായ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നത് പലതവണ. മാതൃകാപരമായ വിധിയെന്ന് CPM. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. 2ാം ഇന്നിംഗ്സിലും ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. IPL ഏറ്റവും വലിയ താര കൈമാറ്റവുമായി രാജസ്ഥാൻ റോയൽസ് താരം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ. CSK സഞ്ജുവിനെ സ്വന്തമാക്കിയത് 18 കോടി രൂപയ്ക്ക്. രവീന്ദ്ര ജഡേജയും സാം കരണും രാജസ്ഥാനിൽ. ജമ്മു കശ്മീരിൽ പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 9 മരണം, 32 പേർക്ക് പരിക്കേറ്റു. ഹരിയാനയിൽ നിന്ന് പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുന്നതിനിടെയായിരുന്നു അപകടം. മരിച്ചവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. സ്ഫോടനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. അതിനിടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിലുള്ള 5 ഡോക്ടർമാരെ NIA ഡൽഹിയിലെത്തിച്ച് ചോദ്യം ചെയ്യും. ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കി. ഭീകരൻ ഒമറിന്റെ വീട് സുരക്ഷാസേന തകർത്തതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്തെത്തി. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലാണ് രാത്രി 11:23 സ്ഫോടനമുണ്ടായത്. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് പിടികൂടിയ വൈറ്റ് കോളർ ടെറർ മോഡ്യൂളുകളായ ആദിൽ അഹമ്മദ്, മുസമ്മിൽ ഷെയ്ഖ് എന്നിവരിൽ നിന്ന് കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കളുടെ സാമ്പിൾ ശേഖരിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വളരെ വേഗം സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. 15 കിലോമീറ്റർ വരെ സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. भाई हम लोग 11:22 पे धमाका हुआ, बहुत जोरदार धमाका हुआ. ठीक हो गया, धमाका हुआ, हम लोग पहले डर गए. 15-20 मिनट तो समझने में लगे ये है क्या, एयर बर्स्ट है या कुछ फटा है, क्या हुआ है, जलजला है. പിടിയിലായ ഭീകരരുമായി ബന്ധപ്പെട്ട് നൌഗാം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. ഈ സാഹചര്യത്തിലാണ് സാമ്പിളുകൾ ശേഖരിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചത്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർമാർക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ജെയ്ഷെ മുഹമ്മദ് അനുകൂല പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. ഇതിനെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഡൽഹി സ്ഫോടനത്തിന്റെ സൂത്രധാരന്മാരുൾപ്പെടെ പിടിയിലായത്. പോലീസ് സംശയിച്ചതിൽ ഉമർ നബി മാത്രമാണ് പിടിയിലാകാനുണ്ടായിരുന്നത്. ഉമർ നബിക്ക് പിന്നാലെ തങ്ങളുണ്ടെന്ന് ജമ്മു കാശ്മീർ പോലീസ് എക്സിൽ കുതിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് വളരെ വേഗത്തിൽ സ്വയം ബോംബായി മാറി ഉമർ നബി ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗറിൽ അതീവ ജാഗ്രത തുടരുകയാണ്. CRPF IG ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രദേശം നിലവിൽ കേന്ദ്ര സേനകളുടെ നിയന്ത്രണത്തിലാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ജമ്മു സ്ഫോടനത്തിൽ അട്ടിമറിയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് ലോഖണ്ഡെ.
പരിശോധനയ്ക്കിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റു തരത്തിലുള്ള ഊഹാപോഹങ്ങൾ അനാവശ്യമാണെന്നും ജമ്മു കശ്മീരിന്റെ ചുമതലയുള്ള കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വ്യക്തമാക്കി. നൌഗാം പോലീസാണ് ഭീകരവാദികളെ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് പരിശോധന നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. Yesterday, on 14th November night at 11:20 p.m., in an unfortunate accidental incident, a massive explosion took place inside the police station Nowgaon in Jammu and Kashmir. It is to mention that the Nowgaon police recently cracked the case of a terror module based on leads taken from a poster. During investigation of FIR number 162 of 2025 of Nowgaon police station, a huge cache of explosive substances and chemicals were recovered. The recovery was kept securely in an open area of the police station. All the agencies involved in the investigation are working together in a coordinated and scientific manner. As a part of standard and prescribed procedure, the recovered chemical and explosive samples were being forwarded for further forensic and chemical examination. Because of voluminous recovery, the said process was continuously attended for about last 2 days by following the standard operating procedure. Owing to unstable and sensitive nature of the recovery, it was being handled very carefully under the expert supervision. However, ജമ്മു കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ നടന്ന സ്ഫോടനത്തിൽ വിശദീകരണവുമായി ജമ്മു കശ്മീർ DGP നളിൻ പ്രഭാത് അബദ്ധത്തിലുണ്ടായ പൊട്ടിത്തെറിയതാണ് DGP മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. During the investigation in FIR number 162 of the year 2025 of PS Nowgaon, a huge quantity of explosive substances, chemicals and reagents were also recovered from Faridabad on 9th and 10th of November 25. This recovery, like the rest of the recoveries which we have done, was transported and kept securely in the open area of police station Nowgaon. As part of the prescribed procedure, the samples of the recovery had to be forwarded for further forensic and chemical examination. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് തിരിച്ചടി. മുട്ടടവാർഡിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. CPMന്റെ പരാതി അംഗീകരിച്ചാണ് പേര് നീക്കം ചെയ്തത്. അപ്പീൽ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം പരാതിക്കാരനായ CPM നേതാവ് ധനേഷ് കുമാർ അയാളുടെ അഡ്രസ്സിൽ 20-ലധികം പേര് ചേർത്തതായി കോൺഗ്രസ് ആരോപിച്ചു. മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സപ്ലിമെന്ററി ലിസ്റ്റിൽ വൈഷ്ണയുടെ പേരില്ലാതെ വന്നതോടെയാണ് മത്സരിക്കാനുള്ള യോഗ്യത നഷ്ടമായത്. മുട്ടടയിൽ കുടുംബ വീടുള്ള വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാൽ വൈഷ്ണ മുട്ടട വാർഡിലെ സ്ഥിരതാമസക്കാരിയല്ലെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ അപേക്ഷയിൽ മേൽവിലാസം തെറ്റായി രേഖപ്പെടുത്തിയെന്നും CPM പരാതി നൽകുകയായിരുന്നു. ഇതാണ് കമ്മീഷൻ അംഗീകരിച്ചത്. താൻ ജയിക്കുമെന്നുള്ള ഒരു ട്രെൻഡ് വന്നുവെന്നും അതിന്റെ ടെൻഷനാകും CPMനെ എന്നും വൈഷ്ണ പറഞ്ഞു. ആദ്യമേ നമ്മൾ ജയിക്കുമെന്നുള്ളൊരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഒരു 25 വർഷം കൊണ്ട് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ അത് പോകുമ്പോൾ ഉള്ളൊരു ടെൻഷൻ അവർക്ക് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതേസമയം പരാതി നൽകിയ മുട്ടട CPM ബ്രാഞ്ച് സെക്രട്ടറി അംഗം ധനേഷ് കുമാറിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി. പരാതിക്കാരന്റെ വീട്ടിൽ 20-ലധികം വോട്ട് ചേർത്തതായി കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ധനേഷ് കുമാർ വ്യക്തമാക്കി. ആ കാര്യത്തിൽ ഒരു കഴമ്പുമില്ല. 2000-ലാണ് മുട്ടട വാർഡ് രൂപീകരിക്കുന്നത്. ആ മുട്ടട വാർഡ് രൂപീകരിച്ചപ്പോഴത്തേക്ക് അവർ തയ്യാറാക്കിയ വോട്ടർ പട്ടികയാണ്. അതിൽ വന്നിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. അല്ലാതെ എൻ്റെ പേരിൽ എൻ്റെ വീട്ടിലോ ഞാനോ എൻ്റെ ഭാര്യയോ അല്ലാതെ വേറെ ഒരാളെയും ഞാൻ ചേർത്തിട്ടുമില്ല. ആ വീട്ടിൽ വേറെ ആരും താമസവും ഇല്ല. വൈഷ്ണയുടെ പേര് നീക്കം ചെയ്ത സംഭവത്തിൽ അപ്പീൽ നൽകാനുള്ള നീക്കം കോൺഗ്രസ് ആരംഭിച്ചു. ഒപ്പം ധനേഷ് കുമാറിനെതിരായ പരാതിയിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ നിമ്മി റപ്പായി രാജിവെച്ചു. സ്ഥാനാർത്ഥിത്വം നിരസിച്ചതിനെ തുടർന്നാണ് രാജി. LDFൽ ചേർന്ന് മത്സരിക്കാനാണ് തീരുമാനം.
സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതോടെ കൊച്ചി കോർപ്പറേഷനിൽ സീറ്റ് ലഭിക്കാത്ത പലരും അതൃപ്തി പ്രകടമാക്കി കളം മാറുകയാണ്. UDF മുൻ ഡെപ്യൂട്ടി മേയർ KR പ്രേംകുമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു. വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സജി കബീറും പാർട്ടി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ആലുവ നഗരസഭയിൽ പ്രതിപക്ഷ നേതാവായ ഇടതുമുന്നണിയുടെ ഗെയിൽസ് ദേവസി പയ്യപ്പിള്ളി അംഗത്വം രാജിവെച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കൊച്ചി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പണമിടപാട് നടന്നുവെന്നാരോപിച്ചാണ് വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സജി കബീർ പാർട്ടി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. LDF ഭരണസമിതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന TK അഷ്റഫിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സജി കബീർ പാർട്ടി വിട്ടത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് മട്ടാഞ്ചേരി ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു TK അഷ്റഫ്. ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും ഉൾപ്പെടെ ഒരു കച്ചവടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഡീൽ നടത്തിയിരിക്കുന്നത് TK അഷ്റഫും PMA സലാമും കൂടിയാണ്. അതിൻ്റെ ഉപകാരമായിട്ടാണ് TK അഷ്റഫിന് കറുകപ്പള്ളിയിൽ സീറ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് LDFന് പിന്തുണ കൊടുത്തിട്ട് ഈ 5 വർഷം LDFൻ്റെ കൂടെയായിരുന്നു അങ്ങേര്. പെട്ടെന്നാണ് ഇപ്പം ഇത്, കാരണം ഭരണത്തിൻ്റെ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണതാണ്. അപ്പം നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് TK അഷ്റഫ്. ഫോർട്ട് കൊച്ചി 61-ാം ഡിവിഷനിലെ പ്രതിനിധിയായ മുൻ ഡെപ്യൂട്ടി മേയർ പ്രേംകുമാർ പാർട്ടി അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. ഇത്തവണ ബോധപൂർവം പള്ളുരുത്തിയിലോ തോപ്പമ്പുഴ കൊച്ചിയിൽ ഒരു സ്ഥലത്തുമില്ലാത്ത കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായ CMPക്കാണ് ആ സീറ്റ് നൽകിക്കൊണ്ട് ബോധപൂർവം എന്നെ ഈ കോൺഗ്രസിൻ്റെ ചിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചത്. എറണാകുളം ജില്ലയിലെ അതികായകനായ ശ്രീ K ബാബു മുൻമന്ത്രി, അദ്ദേഹത്തിൻ്റെ ശക്തമായ പണാധിപത്യത്തിൻ്റെ മുൻപിൽ പാർട്ടി മുട്ടുമടക്കി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിന്റെ ദേവികുളങ്ങര കൗൺസിലർ ശാന്ത വിജയനും പാർട്ടി വിട്ടു. ശാന്ത വിജയൻ ഇത്തവണ BJP ടിക്കറ്റിലാണ് മത്സരിക്കുന്നത്. ഞാൻ എന്നെ ഏൽപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി അത് എന്തായാലും whatever it may be അത് നല്ല രീതിയിൽ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു പോളിസിയിലുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ആലുവ നഗരസഭയിൽ ഇടതുമുന്നണിയുടെ പ്രതിപക്ഷ നേതാവ് ഗെയിൽസ് ദേവസി പയ്യപ്പള്ളി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രംഗത്തെത്തി. 15 വർഷമായി നഗരസഭാംഗമാണ് ഗെയിൽസ് ദേവസി. UDFന്റെ വികസന പദ്ധതികളിൽ ആകർഷനായാണ് മുന്നണി മാറിയതെന്ന് ഗെയിൽസ് ദേവസി പറയുന്നു. വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നിങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ പലതും കാണാം. അതെല്ലാം ഇതിൽ എണ്ണപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ കണ്ടില്ല, അതെല്ലാം വെറുതെ പ്രഹസനമാണ് പറയുന്നതിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പില്ല. ചെയ്തത് ചെയ്തു. കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വിമതശല്യം UDFന് തലവേദനയാണ്. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരത്ത് സീറ്റ് കിട്ടാത്തതിനെ ചൊല്ലി ആത്മഹത്യ. തൃക്കണ്ണാപുരം വാർഡിലെ BJP പ്രവർത്തകൻ ആനന്ദ് K തമ്പിയാണ് ആത്മഹത്യ ചെയ്തത്. സീറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്താണ് ആത്മഹത്യ എന്നാണ് വിവരം. അൻഫ്ലി ഡിസൂസ വിശദാംശങ്ങൾ നൽകും. അൻഫ്ലിറ്റ്, ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും പലയിടത്തും നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണോ ഈ ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ BJPക്കും RSSനും എതിരെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? അല്പം മുമ്പാണ് ആനന്ദിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ആനന്ദ് K തമ്പി BJPയുടെ സജീവ പ്രവർത്തകനാണ്, RSSിലേക്ക് സജീവ പ്രവർത്തകനാണ്. തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥി സീറ്റ് തർക്കമൊക്കെ BJP വലിയ രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ആനന്ദ് സ്ഥാനാർത്ഥി ആകുമെന്നൊക്കെയായിരുന്നു ആദ്യ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവസാനം ആനന്ദിനെ മാറ്റിയാണ് അവിടെ മറ്റൊരാളുടെ വിനോദ് കുമാർ സ്ഥാനാർത്ഥിയാകുന്നത്. ഇതിൽ ഈ സ്ഥാനാർത്ഥി സീറ്റ് നിശ്ചയിച്ചതിൽ മനമുണ്ടാണ് എന്നാണ് ഇപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അതായത് ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് വിശ്വനാഥ് കുറിപ്പ് എഴുതി സുഹൃത്തുക്കൾക്കൊക്കെ വാട്സപ്പിലൂടെ അയച്ചിരുന്നു. താനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, അതായത് തനിക്ക് സീറ്റ് നിഷേധിച്ച് മറ്റൊരാളെ ഈ വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയെ നിയമിക്കുന്നു. ഈ ഇപ്പൊ BJP നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അവർക്ക് മണ്ണുമാഫിയുമായി വലിയ രീതിയിൽ ബന്ധമുണ്ട്. അത് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പ്രാദേശിക നേതാക്കളുണ്ട്. തനിക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിലുള്ള പ്രാദേശിക BJP RSS നേതാക്കളുടെ പേരടക്കം എഴുതി വെച്ചാണ് വാട്സപ്പിലൂടെ സന്ദേശം അയച്ചിട്ടാണ് ഒരു ആത്മഹത്യ കുറിപ്പുണ്ടാക്കി. ആ കുറിപ്പ് എല്ലാവർക്കും അയച്ചു കൊടുത്തു സുഹൃത്തുക്കൾക്കൊക്കെ. അതിനുശേഷമാണ് ഈ ആനന്ദ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വിവരം ലഭിച്ച ഉടനെ തന്നെ സുഹൃത്തുക്കളൊക്കെ തന്നെ പോലീസ് വിവരം അറിയിക്കുന്നു. പോലീസ് എത്തുമ്പോഴത്തേക്കും ഏറെക്കുറെ വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു ആനന്ദ്. അതിനുശേഷം തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ SK ആശുപത്രിയിലുള്ളത്. അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെയാണ് ആശുപത്രി വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. അപ്പോൾ എന്താണ് ആനന്ദിന്റെ മരണം സ്ഥിരീകരിച്ചത്? എന്തായാലും എല്ലാവരും ആശുപത്രിയിൽ തന്നെ ഉണ്ട്. ഇതിൽ ഏറ്റവും ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ, അതായത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ മുഖ്യത്തിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് BJP RSS BJP വെട്ടിലാക്കി
വേണ്ടിവരും ആത്മഹത്യ വന്നിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് വടിവാദത്തെ വെക്കുന്ന സമയത്താണ് BJP കൗൺസിലർ ആത്മഹത്യ ചെയ്തത്. തിരുമലയിൽ അദ്ദേഹം വായ്പയുമായി ബന്ധപ്പെട്ടും സഹകരണ സംഘങ്ങളുടെ വായ്പയും കടബാധ്യതയും ചൂണ്ടിക്കാട്ടി ആത്മഹത്യ. അപ്പോഴും BJP പ്രതിരോധത്തിലായിരുന്നു. കാരണം BJP നേതാക്കളാരും സഹായിച്ചില്ല എന്ന രീതിയിൽ പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് BJPയുടെ മുൻ വക്താവായിരുന്ന MS കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബാലൻ സമാനമായ രീതിയിൽ ആത്മഹത്യയുടെ വക്കിലാണോ എന്ന രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒരുവിധം അതിജീവിച്ച് BJP മുന്നോട്ട് പോയി പ്രചാരണത്തിനിടയിൽ BJP സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നേതൃത്വത്തെ പാർട്ടിയൊക്കെ പൂർണ്ണമായും വെട്ടിലാക്കുന്ന രീതിയിൽ ഇപ്പോൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ സീറ്റ് നിഷേധിച്ചതിനെതിരെ അത് കൃത്യമായി തന്നെ എഴുതി സുഹൃത്തുക്കൾക്കൊക്കെ എഴുതി ഇതേ തുടർന്നാണ്. ശരി അൻഫിൽ, തിരുവനന്തപുരത്ത് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു BJP പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അൻഫിൽ ഡിസൂസയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ IAS അംഗമായി മുൻ മന്ത്രി K. രാജുവും ചുമതലയേറ്റു. വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ മാറ്റുമെന്നും വിശ്വാസം വ്രണപ്പെടുത്താതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം തുടരുന്നതിനിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ഭരണസമിതി ചുമതലയേറ്റത്. പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ IAS അംഗമായി മുൻ മന്ത്രി K. രാജുവും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. ദേവനെ പരിരക്ഷിക്കുന്ന ബോർഡാണ് ദേവസ്വം ബോർഡ് എന്ന അഭിമാനമാണ് ഭക്തർക്കുണ്ടായിരുന്നത്. അത് തിരിച്ചുപിടിക്കും. വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ മാറ്റും. ശബരിമലയിൽ അനഭിമതമായ കാര്യങ്ങൾ നടക്കുന്നു. സമീപനങ്ങളിലെ ചില വൈകല്യങ്ങളുണ്ട്. അതെല്ലാം പരിശോധിച്ച് ആവർത്തിക്കാനിടയില്ലാത്ത തരത്തിൽ നടപടി സ്വീകരിക്കുമെന്നും പുതിയ പ്രസിഡന്റ് പറഞ്ഞു. കാലം കൽപ്പിച്ചു തന്ന ഒരു മുഹൂർത്തമായി ഞങ്ങൾ കാണുകയാണ്. വിശ്വാസിക്ക് വേണ്ടി ഫോർ ദി ഡിവോട്ടി, ബൈ ദ ഡിവോട്ടി, ഓഫ് ദ ഡിവോട്ടി എന്ന തരത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഭക്തജനങ്ങളെ, വിശ്വാസികളെ കേന്ദ്രിതമാക്കിക്കൊണ്ട്, കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് അവരുടെ വിശ്വാസം ആർജിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ രൂപാന്തരപ്പെടുത്തുവാനും ഭഗവാന്റെ കാരുണ്യം ആവോളം ഉണ്ടാകട്ടെ. ബോർഡ് അംഗമായി മുൻ മന്ത്രിയും CPI നേതാവുമായ അഡ്വക്കേറ്റ് K. രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. ബോർഡിന്റെ പ്രതിച്ഛായ നിലനിർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്ന് PS പ്രശാന്ത് പ്രതികരിച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മന്ത്രിമാരായ V. ശിവൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, GR അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. 2 വർഷത്തേക്കാണ് ഭരണസമിതിയുടെ കാലാവധി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നാളെ തുറക്കും. വൈകിട്ട് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങും നാളെയാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട നാളെ വൈകിട്ട് 5-ന് തുറക്കും. തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുക. നിയുക്ത ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും നാളെ നടക്കും. വൃശ്ചികം 1 മുതലായിരിക്കും പുതിയ മേൽശാന്തിമാർ നട തുറക്കുക. ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ്, ഓൺലൈൻ ബുക്കിംഗ് എന്നിവ ലഭ്യമാണ്. ഓൺലൈനായി 70,000 പേർക്കും തത്സമയ ബുക്കിംഗ് വഴി 20,000 പേർക്കും ഉൾപ്പെടെ പ്രതിദിനം 90,000 പേർക്കാണ് പ്രവേശനം. പമ്പയിൽ വരി നിൽക്കാൻ 10 പുതിയ നടപ്പന്തലും മണപ്പുറത്ത് 4,000 പേരെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന ജർമ്മൻ പന്തലും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയും ബോർഡ് നടപ്പാക്കുന്നുണ്ട്. ഗതാഗതം, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകളും മണ്ഡലകാലത്തിനായി തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. ജനുവരി 14-നാണ് മകരവിളക്ക്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കണ്ണൂർ പാലത്തായിയിൽ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനും BJP നേതാവുമായ K. പത്മരാജന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടേതാണ് വിധി. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ കണ്ണൂർ പാലത്തായിലെ 10 വയസ്സുകാരിയെ സ്കൂളിനകത്തും പുറത്തും വെച്ച് 3 തവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കേസിലാണ് K. പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പാലത്തായിൽ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനും BJP നേതാവുമായ K. പത്മരാജന് 376A, 376B വകുപ്പുകൾ പ്രകാരം മരണം വരെ ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. പോക്സോ ആക്ട് പ്രകാരം ആദ്യം 20 വർഷം കഠിന തടവും ഇതിനുശേഷം ജീവപര്യന്തം ശിക്ഷയും അനുഭവിക്കണമെന്നും തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടെ വിധിയിൽ പറയുന്നു. ഏറെ സന്തോഷകരമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ജീവിത അവസാനം വരെയാണ് അദ്ദേഹത്തിന് ശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത്. വളരെ സന്തോഷകരമായ ഒരു വിധിയാണ്. അർഹമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവിലുണ്ട്. അത് DLSA അതിന്റെ ജില്ലാതല കമ്മിറ്റി ചേർന്നിട്ട് ആവശ്യമായ ഫണ്ട് ഈ കുട്ടിക്ക് അനുവദിക്കുന്നതാണ്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം.
ഭാര്യയും മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബമാണെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടുവെങ്കിലും കേസിന്റെ മെറിറ്റാണ് പരിശോധിച്ചതെന്നായിരുന്നു കോടതിയുടെ മറുപടി. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിലാണ് കേസിനാസ്പദമായ സംഭവം. പാലത്തായിലെ 10 വയസ്സുകാരിയെ സ്കൂളിനകത്തും പുറത്തും വെച്ച് 3 തവണ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. അധ്യാപകനെതിരായ പരാതി തലശ്ശേരി ഡിവൈഎസ്പി പാനൂർ പോലീസിനാണ് കൈമാറിയത്. 2020 ഏപ്രിൽ 15-ന് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിഞ്ഞ പത്മരാജനെ അറസ്റ്റ് ചെയ്തു. ഇതിനിടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. പോക്സോ വകുപ്പ് ചുമത്താതെ 90 ദിവസം തികയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകി. 5 അന്വേഷണ സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ച കേസിൽ 2021 മെയ്യിലാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതെല്ലാം വലിയ പ്രതിഷേധത്തിനും രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാരണമായിരുന്നു. തുടർന്ന് 2024 ഫെബ്രുവരിയിൽ തുടങ്ങിയ വിചാരണയ്ക്കൊടുവിലാണ് തലശ്ശേരി പോക്സോ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. അമൃത ന്യൂസ്, കണ്ണൂർ. പാലത്തായി വിധി സന്തോഷമുണ്ടാക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. കേസിൽ പരാതി ഉണ്ടായപ്പോൾ പോലീസിനോട് ഇടപെട്ട് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. കേരള പോലീസും സർക്കാർ അഭിഭാഷകരും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. ലീഗ് SDPI പ്രവർത്തകർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും അപവാദ പ്രചാരണങ്ങൾ നടത്തിയെന്നും KK ശൈലജ പറഞ്ഞു. പാലത്തായി കേസിലെ കോടതി വിധി എല്ലാവർക്കും സന്തോഷവും ആഹ്ലാദവും പകരുന്നതാണ്. 9 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ അധ്യാപകൻ, BJPയുടെ നേതാവ് പത്മരാജൻ സ്കൂളിൽ അവധി ദിവസം വിളിച്ചു വരുത്തിയും സ്കൂളുള്ള ദിവസം സ്കൂളിന്റെ ബാത്റൂമിൽ കൊണ്ടുപോയി വലിയ സങ്കടകരമായ രീതിയിൽ, ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു കേസ്. കുട്ടിയുടെ ശരീരത്തിൽ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ടായിരുന്നു. മറ്റു പല രീതിയിൽ ആ കുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിരുന്നു. ഈ കേസ് അറിയാനിടയായതു മുതൽ കേരള ഗവൺമെന്റ് അതിൽ ശക്തമായിട്ടാണ് ഇടപെട്ടത്. ഞാനവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു അന്ന്. MLA ആണ്, മന്ത്രിയാണ്. ആരോഗ്യവകുപ്പ് മാത്രമല്ല, വനിതാ ശിശുക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിൽ ഞാൻ ഇടപെട്ടു. ഈ കേസ് 2020 മാർച്ച് മാസത്തിലാണ് വെളിയിൽ വരുന്നത്. ആലപ്പുഴ അരൂർ തുറവൂർ മരണക്കിണിക്ക് മുന്നിൽ ഒടുവിൽ മിഴി തുറന്ന അധികൃതർ. അടിയന്തര സുരക്ഷാ ഓഡിറ്റിന് NHAI അധികൃതർ നിർദ്ദേശം നൽകി. നടപടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. അപകടം നടന്ന അടുത്ത ദിവസമാണ് ദേശീയപാത അതോറിറ്റി വിദഗ്ധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ അരൂരിൽ സന്ദർശനം നടത്തിയത്. ദേശീയപാത വിദഗ്ധ സമിതി അംഗങ്ങളായ AK ശ്രീവാസ്തവ, SH അശോക് കുമാർ മാത്തൂർ എന്നിവരാണ് അരൂരിലെത്തിയത്. ഇവർക്കൊപ്പം NHAI അംഗം വെങ്കിട്ടരമണയും അരൂരിലെത്തിയിരുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സന്ദർശനം. ഇതിനു പിന്നാലെയാണ് നിർമ്മാണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലുണ്ടായത്. IRC മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണമെന്നും വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് സുപ്രധാന ഓഡിറ്റിനുള്ള നിർദ്ദേശം. ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണമെങ്കിൽ കരാർ കമ്പനിയെ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 50-നോടടുത്ത ആളുകൾ മരണപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഹരിപ്പാട് സ്വദേശി രാജേഷ് ഗഡർ വീണ് മരണപ്പെട്ടത്. മുൻപും മതിയായ സുരക്ഷ ഒരുക്കാതെയാണ് നിർമ്മാണം നടക്കുന്നത് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും ഇതിന്റെ ഭാഗമായി നാട്ടുകാർ ഉയർത്തിയിരുന്നു. എന്നാൽ 50ഓളം മരണങ്ങൾക്ക് ശേഷമാണ് അധികൃതർ വിഷയത്തിൽ കണ്ണു തുറക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തുടരുന്നതിൽ തർക്കമില്ലെങ്കിലും ആരൊക്കെ ഉപമുഖ്യമന്ത്രിമാരാകും എന്നുള്ളതാണ് പ്രധാനം. കഴിഞ്ഞ തവണത്തേക്കാൾ LJP കൂടി കരുത്തു തെളിയിച്ച പശ്ചാത്തലത്തിൽ അവരെ കൂടി പരിഗണിക്കേണ്ടി വരും. അതേസമയം പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമുയരുകയാണ്. ചരിത്ര വിജയം നേടിയാണ് ബീഹാറിൽ NDA സഖ്യം തുടർഭരണം ഉറപ്പാക്കിയത്. BJPയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിലേക്ക് തന്നെയാണ് എത്തുക. നിതീഷിനെ പിണക്കിയാൽ കേന്ദ്രഭരണത്തിൽ ഉൾപ്പെടെ അത് പ്രതിഫലിക്കും. ഈ സാഹചര്യത്തിലാണ് നിതീഷിനെ തന്നെ മുൻനിർത്തി മുന്നോട്ടു പോകാൻ NDA തീരുമാനിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുമോ എന്നതിലും ആലോചന നടക്കുന്നുണ്ട്. പക്ഷേ തൽക്കാലം അത്തരം ചർച്ചകളിലേക്ക് പോകണ്ട എന്നാണ് BJPയുടെ തീരുമാനം. അതേസമയം ഘടകകക്ഷികളിൽ ഏറ്റവും കരുത്ത് കാട്ടിയ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് അർഹമായ പരിഗണന മന്ത്രിസഭയിലുണ്ടാകും. കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരോ മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണമോ ആയിരിക്കും വർദ്ധിപ്പിക്കുക. നില മെച്ചപ്പെടുത്തിയ HAM, RLM എന്നിവരും കൂടുതൽ മന്ത്രിസ്ഥാനത്തിനായി നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം വലിയ പരാജയം ഏറ്റുവാങ്ങിയ മഹാസഖ്യം തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. പ്രചാരണത്തിൽ ഉൾപ്പെടെ പിന്നോട്ടുപോയത് തിരിച്ചടിയായി എന്നാണ് നിലവിലെ വിലയിരുത്തൽ.
ഫലം പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് നേതാക്കൾ പറയുന്നത്. कारण क्या है, गठबंधन में क्या हुआ है, हमारी वोट कटे, कैसे कटे, क्यों कटे, सबका थोड़ा सा एनालिसिस करना पड़ेगा. तो 1-2 दिन में क्लियर पिक्चर हो जाएगा कि क्या हुआ और क्या नहीं हुआ, और या क्या होना चाहिए था और क्या नहीं हुआ. വോട്ടർ അധികാർ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധി തുടർ പ്രചരണങ്ങളുമായി ബീഹാറിൽ സജീവമാകാതിരുന്നത് തിരിച്ചടിയായി എന്നാണ് മഹാസഖ്യം വിലയിരുത്തുന്നത്. വോട്ടർ അധികാർ യാത്ര കടന്നുപോയ സ്ഥലങ്ങളിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ദേശീയതലത്തിലുള്ള കോൺഗ്രസിന്റെ നായകത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങാനുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾക്കും ഇത് തിരിച്ചടിയായിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൃത്യമായി വിശകലനം ചെയ്യുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വലിയ തട്ടിപ്പുകൾ നടന്നു. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളും തുടർ നടപടികളും ഉണ്ടാകും. ഡാറ്റകൾ ശേഖരിച്ച് പരിശോധിക്കുമെന്നും തെളിവുകൾ പുറത്തുവിടുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. ഇന്നലെ റിസൾട്ട് വന്നത് മുതൽ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം 90% സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്നത്. നിങ്ങൾ എടുത്തു നോക്കി, 84-ൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഉണ്ടായ ഇലക്ഷനാണ് ഒരു വൺ സൈഡഡ് ഇലക്ഷൻ എന്ന് പറയാവുന്ന ഇലക്ഷൻ ഇന്ത്യയിലുണ്ടായത്. അവിടെ പോലും കോൺഗ്രസിന് 90% സ്ട്രൈക്ക് റേറ്റ് ഇല്ലായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർ മത്സരിച്ച സീറ്റുകളിൽ 90% പേരും ജയിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യമാണ്. അത്തരം അപൂർവമായ സാഹചര്യം ബീഹാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. കർണാടകയിലെ വോട്ട് ചോരി ആരോപണത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. ബംഗാൾ സ്വദേശി ബാപ്പി ആദ്യയെയാണ് SIT അറസ്റ്റ് ചെയ്തത്. ആലന്ദ് മണ്ഡലത്തിലെ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റിയ കേസിലാണ് അറസ്റ്റ്. BJP നേതാവ് സുഭേഷ് ഗുട്ടേദാറാണ് തട്ടിപ്പിന് കരാർ നൽകിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. OTP BJP നേതാവിന്റെ ഡേറ്റാ സെന്ററിൽ എത്തിച്ചു നൽകിയെന്നും ഇതിനായി പ്രത്യേക വെബ്സൈറ്റ് ഉപയോഗിച്ചുവെന്നുമാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. സെപ്റ്റംബർ 18-നാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉയർത്തിയത്. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി വൻതോതിൽ വോട്ടർമാരുടെ പേരുകൾ വെട്ടിക്കുറച്ചുവെന്നായിരുന്നു ആരോപണം. കേരളത്തിലും വലിയ രാഷ്ട്രീയ മാറ്റം വരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വികസിത കേരളം സൃഷ്ടിക്കാൻ ജനങ്ങൾ അവസരം നൽകും. ബീഹാറിൽ കണ്ടത് ആത്മാർത്ഥമായി പ്രവർത്തിച്ച സർക്കാരിനുള്ള അംഗീകാരമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസനം, ലോ ആൻഡ് ഓർഡർ ഇതെല്ലാം ചെയ്യുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തുടരണമെന്ന്. അപ്പോൾ ഒരു കൺവെൻഷണൽ വിസ്ഡം ഉണ്ടല്ലോ, ആൻറ്റി ഇൻകംബൻസി എന്നെല്ലാം പറയുന്നത്. പെർഫോം ചെയ്താൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ, വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ആത്മാർത്ഥമായ ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി അവിടെ അധ്വാനിച്ചാൽ അവർക്ക് ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുക്കുന്നു. അതാണ് അവിടുത്തെ ഒരു മെസ്സേജ്. ഈ പഴയ തല്ലിപ്പൊളി എത്രയോ കൊല്ലമായിട്ട് കോൺഗ്രസും RJDയും അതുപോലെ തന്നെ CPM ചെയ്യുന്ന ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു. ഇനി ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്, പോളിറ്റിക്സ് ഓഫ് സേവനം. അതാണ് എത്ര കൊല്ലമായിട്ട് അവിടെ നിതീഷ് കുമാർജിയും NDA സർക്കാർ ചെയ്തത്. അതുകൊണ്ട് ഒരു തവണയും കൂടിയും ജനങ്ങൾ അവർക്ക് നല്ലൊരു മാൻഡേറ്റ്, ഒരു നല്ലൊരു മെജോറിറ്റി കൊടുത്തു. അതൊരു മെസ്സേജ്. ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മതേതര പാർട്ടികൾ ആത്മപരിശോധന നടത്തണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തി NDA തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു. കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയം മതനിരപേക്ഷ ശക്തികൾ ശരിയായ രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത്. പരാജയത്തിനുള്ള ഒന്നാമത്തെ കാരണം 60 ലക്ഷത്തോളം പേരുടെ വോട്ടവകാശമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് SIR എന്ന നിലയിൽ നീക്കം ചെയ്തത്. 1 കോടിയോളം വരുന്ന ബീഹാറുകാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടായത് എന്നാണ് വ്യക്തമായത്. EVM മെഷീൻ പോലും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടില്ല എന്ന പ്രശ്നവും ഉയർന്നു വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗപ്പെടുത്തി യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. പ്രധാനമന്ത്രിയുടെ തന്നെ ഇന്നലത്തെ വിജയത്തിന് ശേഷമുള്ള അവരുടെ
അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയുള്ള പ്രസംഗത്തിൽ ഗവൺമെൻറ് നടത്തിയ ഫലപ്രദമായ ഒരു ഇടപെടൽ എന്ന നിലയിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ പോലും വിശകലനം ചെയ്തത്. ജനവിധിയെ അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് നിലപാട് ശരിയല്ല എന്നും NDAക്ക് വോട്ട് ചെയ്തവർ നിലവാരമില്ലാത്തവരെന്ന പരാമർശങ്ങൾ കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. 10 വർഷക്കാലം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് പ്രതിപക്ഷത്തിരിക്കാനുള്ള മനോഭാവം പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ കാണിക്കുന്ന അസഹിഷ്ണുത, ആ അസഹിഷ്ണുത ഭാരതീയ ജനതാ പാർട്ടിയോട് മാത്രമുള്ള അസഹിഷ്ണുതയല്ല, ജനങ്ങളോടുള്ള അസഹിഷ്ണുത. ആ അസഹിഷ്ണുത കാണിക്കുന്ന മനോഭാവം കോൺഗ്രസ് അവസാനിപ്പിക്കണം. ഇന്ത്യൻ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന സമീപനം, ആ സമീപനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പിന്മാറണം. NDAക്ക് വോട്ട് ചെയ്തവരൊക്കെ നിലവാരമില്ലാത്തവരാണ് എന്നുള്ള സമീപനം, ആ സമീപനം കോൺഗ്രസ് അവസാനിപ്പിക്കണം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ശ്രീ നരേന്ദ്രമോദിജിയുടെയും ശ്രീ നിതീഷ് കുമാറിൻ്റെയും ജനപക്ഷ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ്. ആ ശബരിമലയിൽ നടന്നിട്ടുള്ള കൊള്ളയിൽ കള്ളപ്പണ ഇടപാടടക്കം നടന്നിരിക്കുന്നു എന്നുള്ള EDയുടെ കണ്ടെത്തൽ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM നിയമപരമായി SIR-നെതിരാണ്. പക്ഷേ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിന്നോട്ട് പോയാൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടിക നിർമ്മാണത്തിൻ്റെ ഈ പ്രക്രിയയിൽ SIR-ൻ്റെ ഭാഗമായി അതിനെതിരായ വിമർശനം ഉന്നയിക്കുകയും കേസിന് പോവുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അത് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയാണ് കേരളത്തിൽ ഉണ്ടാകുക. അതെല്ലാവരും മനസ്സിലാക്കി ഫലപ്രദമായി ഇടപെടണം എന്നുകൂടിയാണ്. അല്ല, നിയമപരമായി ഞങ്ങളിതിനെതിരാണ്. അതുകൊണ്ട് നിയമയുദ്ധം നടക്കും. നിയമയുദ്ധം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അതിൻ്റെ അനന്തരഫലം വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിവാക്കപ്പെടുന്ന നിലയാണ് ഇന്നത്തെ സ്ഥിതിയിലുണ്ടാകുക. അത് ഫലപ്രദമായിട്ട് കണ്ട് എല്ലാവരും, അത് ഞങ്ങൾ ഇന്ന പാർട്ടി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്ത് സീറ്റ് കിട്ടാത്തതിനെ ചൊല്ലി ആത്മഹത്യയുണ്ടായിരിക്കുന്നു. തൃക്കണ്ണാപുരം വാർഡിൽ BJP പ്രവർത്തകൻ ആനന്ദ് K. തമ്പിയാണ് ആത്മഹത്യ ചെയ്തത്. സീറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്താണ് ആത്മഹത്യ എന്നാണ് പുറത്തുവരുന്ന വിവരം. അൻഫ്രിഡ് ഡിസൂസ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി നൽകും. അൻഫ്രിഡ്, നേരത്തെ സൂചിപ്പിച്ച പോലെ BJP നേതൃത്വത്തിനെതിരെ RSSനെതിരെയൊക്കെ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പ്. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അഖില, 5 മണിയോടുകൂടിയാണ് ഈ ആനന്ദ് വീട്ടിനടുത്തുള്ള ഒരു ഷെഡിലാണ് ആത്മഹത്യ ചെയ്തത്. അതായത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നു. നേരത്തെ തന്നെ ഈ ആനന്ദ് തൃക്കണ്ണാപുരം വാർഡിലെ മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ പട്ടിക പുറത്തു വന്നപ്പോൾ ആദ്യത്തെ 67 പേരുടെ പട്ടിക, ഒന്നാംഘട്ട പട്ടികയാണ് BJP പുറത്തുവിട്ടത്. ആ പട്ടികയിലൊന്നും തന്നെ തൃക്കണ്ണാപുരം വാർഡിൽ ഈ ആനന്ദ്, അതായത് ആനന്ദ് K. തമ്പിയെ സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞിരുന്നില്ല. പകരം ഒരു വിനോദ് കുമാറാണ് അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് ഇതിൽ ആനന്ദ് അവിടെ BJP സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം തന്നെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ പോസ്റ്റർ ഒട്ടിക്കുകയും താൻ സ്വതന്ത്രനായി മത്സരിക്കുന്നുവെന്ന് എഴുതി പ്രചാരണം നടത്തുകയും പോസ്റ്റർ ഒട്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു. സ്വതന്ത്രനായി മത്സരിക്കാനായി തീരുമാനിച്ചു. പക്ഷേ അതിനുശേഷമാണ് ഈ ആനന്ദ് കുമാർ ഇന്ന് വൈകിട്ട് അപ്രതീക്ഷിതമായി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. 5 മണിയോടുകൂടി ആത്മഹത്യ ചെയ്തു. വീടിന് തൊട്ടടുത്തുള്ള ഒരു ഷെഡിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അതിനു മുൻപ് തന്നെ സുഹൃത്തുക്കൾ വാട്സപ്പ് സന്ദേശം വെച്ച് ആ സന്ദേശത്തിൽ BJP CPM പ്രവർത്തകരെ, പ്രാദേശിക BJP RSS നേതൃത്വത്തെ പേരെടുത്തു പറഞ്ഞ്, ആ പ്രാദേശിക നേതാക്കളെയൊക്കെ പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചുകൊണ്ടാണ് ഈ ആത്മഹത്യാക്കുറിപ്പ്. അതായത് തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള കാരണം തൃക്കണ്ണാപുരം വാർഡിലെ BJP ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ, നിയോജക മണ്ഡല കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, RSSലെ നഗർ കാര്യവാഹക് രാജേഷ് എന്നിവർ ഒരു മണ്ണ് മാഫിയക്കാരാണ്. അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന് ഒരാൾ വേണം. അതിനുവേണ്ടി ഒരു മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാറിനെ BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഈ രീതിയിലുള്ള
കടുത്ത വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വാട്സപ്പ് സന്ദേശമാണ് ഇദ്ദേഹം സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചത്. പിന്നെ താൻ BJP RSS ഒരു RSS പ്രവർത്തകനാണ്, അത് തൻ്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റാണ്, ഇങ്ങനെയൊക്കെ രീതിയിൽ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമൊക്കെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. ഇത് കണ്ട ഉടനെ തന്നെ സുഹൃത്തുക്കൾ പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തിയാണ് ഈ ആനന്ദിനെ തൊട്ടടുത്തുള്ള SK ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അതീവ ഗുരുതരാവസ്ഥയിലാണ് കൊണ്ടുവന്ന അല്പം മുമ്പ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ SK ആശുപത്രിയിൽ എല്ലാവരും ഉണ്ട്. BJPയുടെ പ്രാദേശിക പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, പ്രാദേശിക നേതാക്കളൊക്കെ തന്നെയും, അതോടൊപ്പം തന്നെ ബന്ധുക്കളും ഇവിടെ ആശുപത്രിയിലുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഭൗതിക ശരീരം ഇപ്പോൾ ഈ SK ആശുപത്രിയിലുണ്ട്. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. കാരണം ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അങ്ങനെ അത് അല്പം കഴിയുമ്പോൾ ഇവിടെ നിന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകും. എന്നാൽ BJP നേതാവ് ഇദ്ദേഹം പറയുന്നത് താൻ വളരെയേറെ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു, പക്ഷേ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ല. സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ തനിക്ക് പാർട്ടിയിൽ നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. ആ സമ്മർദ്ദം താങ്ങാൻ വയ്യാതെയാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ കുറിപ്പൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. മാത്രമല്ല ആ കുറിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട്, താൻ മരിച്ചാൽ തന്നെ എവിടെ വേണമെങ്കിലും ശവശരീരം കുഴിച്ചിട്ടോളൂ, പക്ഷേ BJPക്കാരോ RSSകാരോ ആരും തന്നെ തൻ്റെ മൃതദേഹം കാണാൻ ആരെ അനുവദിക്കരുത്. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ ഈ സംഘം പ്രവർത്തനവുമായി ചേർന്നുള്ള സാമ്പത്തിക ഇടപാടും അതിൽ ആ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ തന്നെയും, സാമ്പത്തികമായ തട്ടിപ്പും ആ ആരോപണങ്ങളൊക്കെ തന്നെയും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. BJP സംബന്ധിച്ച് BJP പ്രവർത്തകർ പറയുന്നത്, BJPയുടെ നേതാക്കൾ പറയുന്നത്, ഈ ആനന്ദിന് ഒരിക്കലും പോലും സ്ഥാനാർത്ഥിയാകണമെന്ന് BJPയുടെ ഒരു ഘടകത്തിൽ പോലും അത്തരത്തിലുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നത് തൃക്കണ്ണാപുരത്തെ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നാണ് സ്ഥാനാർത്ഥി പട്ടിക വന്നത്. ആ മണ്ഡലം കമ്മിറ്റി തന്ന സ്ഥാനാർത്ഥികളുടെ ആ പട്ടിക അനുസരിച്ചാണ് ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പട്ടികയെ പ്രഖ്യാപിച്ചത്. ആ മണ്ഡലം കമ്മിറ്റി തന്നത് തൃക്കണ്ണാപുരത്ത് BJP മണ്ഡലം കമ്മിറ്റി തന്നപ്പോൾ ആനന്ദിൻ്റെ പേര് അവർ തന്നിരുന്നില്ല. അവിടെ നിന്ന് ലഭിച്ച പേര് വിനോദ് കുമാറിൻ്റെ പേരാണ്. അതുകൊണ്ട് തന്നെ ആനന്ദിന് ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാണും, പക്ഷേ തങ്ങൾ പാർട്ടിയിൽ ആ രീതിയിലുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. എന്തായാലും ഈ ആത്മഹത്യയും ബന്ധപ്പെട്ട് ഔദ്യോഗിക രീതിയിൽ BJPയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, നേതാക്കളുടെ ഭാഗത്തു നിന്നൊന്നും തന്നെ ഇതുവരെ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. കുറേ കഴിയുമ്പോൾ പ്രതികരണം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ BJP സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. BJPക്ക് തിരിച്ചടിയിൽ വലിയൊരു ആഘാതം ഉണ്ടായിരിക്കുന്നു. കാരണം ഇത് ഈ ആത്മഹത്യ എന്ന് പറയുമ്പോൾ BJP സംബന്ധിച്ച് രണ്ടാമത്തെ BJP പ്രചാരണത്തിനായി പടിവാതിൽക്കൽ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സമയത്താണ് തിരുമല കൗൺസിലറായിരുന്ന അൽകുമാറിന്റെ മരണമുണ്ടായത്. തിരുമല അന്ന് ആ മരണത്തിൽ അദ്ദേഹം സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട വായ്പാ കടബാധ്യതയുടെ പേരിലൊക്കെ എഴുതി ആത്മഹത്യക്കുറിപ്പ് തയ്യാറാക്കി വെച്ച ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പോഴൊക്കെ BJP പ്രതിരോധത്തിലായിരുന്നു. എന്നാലും അതിൽ നിന്നൊക്കെ ആ പ്രതിരോധമൊക്കെ ഒരുവിധം ഒന്ന് കരകയറി വന്നപ്പോഴാണ് BJPയുടെ മുൻ വക്താവായിരുന്ന MS കുമാർ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വീണ്ടും BJP നേതൃത്വത്തെ വെട്ടിലാക്കിയത്. താനും ആത്മഹത്യ ചെയ്ത കൗൺസിലറുടെ അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന രീതിയിൽ MS കുമാർ വീണ്ടും രംഗത്ത് വരികയൊക്കെ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കടക്കുന്ന വേളയിലായിരുന്നു. അതൊക്കെ തന്നെയും BJP പ്രവർത്തക നേതൃത്വം അത് ഒരുവിധം തന്നെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇറങ്ങി പ്രചാരണം ഏറെക്കുറെ മൂർധന്യാവസ്ഥയിലേക്കൊക്കെ എത്തുന്ന വേളയിലാണ് വലിയ രീതിയിലൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു ആഘാതം BJPക്ക് ഉണ്ടായിരിക്കുന്നു. ഒരു പ്രവർത്തകൻ അത് ആത്മഹത്യാക്കുറിപ്പ് വ്യക്തമായി എഴുതി വെച്ചാണ് സീറ്റ് നിഷേധിച്ചതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന ഈ വാട്സപ്പ് സന്ദേശം അല്ലെങ്കിൽ ഈ ആത്മഹത്യാക്കുറിപ്പ്. ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം അത് ഈ ഒരു മരിച്ച പ്രവർത്തകൻ്റെ, ആത്മഹത്യ ചെയ്ത പ്രവർത്തകൻ്റെ പ്രത്യേക ഒരു കുറിപ്പാണ്. ഈ യഥാർത്ഥത്തിൽ BJP നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക അവരുടെ പ്രതികരണം, ഔദ്യോഗിക വെർഷൻ അറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഇത് അതിദാരുണമായൊരു സംഭവം എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം സീറ്റ് നിഷേധിച്ചു എന്നതിനെ ചൊല്ലി ഒരു പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അത് BJP നേതൃത്വത്തെ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വലിയ രീതിയിൽ പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലുമാക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഇനി ഇതിൽ BJP നേതൃത്വം എന്ത് നിലപാട് അല്ലെങ്കിൽ എന്ത് മറുപടിയാകും നൽകേണ്ടത്, BJP എങ്ങനെ വിഷയത്തിൽ പ്രതികരിക്കുക എന്നതൊക്കെ തന്നെ. എന്താണ് ഇനി BJPയുടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണം? ഒപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനി ചില അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകും, അതിലായിരിക്കും പുറത്തു വരിക. അൻഫിലി ഡിസോസയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ BJP പ്രവർത്തകന്റെ ആത്മഹത്യ ദൗർഭാഗ്യകരമെന്ന്
സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആത്മഹത്യ ഏറെ സങ്കടകരം, എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല, പ്രവർത്തകന്റെ പേര് പോലും താൻ ആദ്യമായാണ് കേൾക്കുന്നതെന്നും ആത്മഹത്യയുടെ കാരണം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞാൻ കേട്ടു, അത് വളരെ സങ്കടമുണ്ടെന്ന് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കാൻ എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് വളരെ സങ്കടമുള്ളൊരു പോയിൻ്റാണ്, അത് വളരെ വിഷമമുണ്ട്. പക്ഷേ ജില്ലാ പ്രസിഡന്റ് ഞാൻ സംസാരിച്ചു, കരമന ജയന്തിയോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നോക്കണം. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് വളരെ വൈകാരികമായിട്ടാണ് പ്രത്യേകം ഒരു കാരണവശാലും BJP നേതാക്കളെ കാണിക്കരുത്. 16-ആം വയസ്സിൽ അല്ല, നോക്കൂ, ഇത് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല, അപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടത് ശരിയല്ല. പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്, അത് സങ്കടമാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അത് ഞാൻ കണ്ടുപിടിച്ച് പറയാം. ഏതെങ്കിലും തരത്തിൽ വീഴ്ച പരിശോധിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഒന്നാം ടെസ്റ്റിന്റെ രണ്ടാം ദിവസം ദക്ഷിണാഫ്രിക്കയെ വരിഞ്ഞു മുറുക്കി ഇന്ത്യൻ ബൌളർമാർ. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ദക്ഷിണാഫ്രിക്ക 7 വിക്കറ്റ് നഷ്ടത്തിൽ 93 റൺസ് എന്ന നിലയിലാണ്. പേസിനും സ്പിന്നിനും ഒരുപോലെ ആനുകൂല്യം ലഭിച്ച പിച്ചായിരുന്നു ഈഡൻ ഗാർഡൻസിലേത്. രവീന്ദ്ര ജഡേജ 4ഉം കുൽദീപ് യാദവ് 2ഉം വിക്കറ്റ് വീഴ്ത്തി. 29 റൺസുമായി ക്യാപ്റ്റൻ ടെംബ ബാവുമയും 1 റൺസുമായി കോർബിൻ ബോഷുമാണ് ക്രീസിൽ. ഒന്നാം ഇന്നിംഗ്സിൽ 159 റൺസാണ് ദക്ഷിണാഫ്രിക്ക എടുത്തത്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 189 റൺസിന് അവസാനിച്ചിരുന്നു. IPL ഏറ്റവും വലിയ താര കൈമാറ്റം. രാജസ്ഥാൻ റോയൽസ് താരം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് 18 കോടി രൂപയ്ക്കാണ് CSK സഞ്ജുവിനെ സ്വന്തമാക്കിയത്. പകരം രവീന്ദ്ര ജഡേജ, സാം കറൻ എന്നിവർ രാജസ്ഥാനിലെത്തി. 2013 സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായത്. 14 കോടി രൂപയ്ക്കാണ് ജഡേജ RRന്റെ ഭാഗമാകുന്നത്. 18 കോടി രൂപയായിരുന്നു മുമ്പ് ജഡേജയുടെ കരാർ മൂല്യം. 2.4 കോടി രൂപയാണ് സാം കറന്റെ മൂല്യം. ടീമിന്റെ ജേഴ്സി അണിഞ്ഞ സഞ്ജുവിന്റെ AI വീഡിയോ പങ്കുവച്ച് CSK താരത്തിന്റെ വരവ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് സിംഹത്തിന്റെ സ്വന്തം മടയിലേക്കെന്ന കുറിപ്പോടുകൂടി ഇലുമിനാറ്റി എന്ന പാട്ടിന്റെ അകമ്പടിയോടെയാണ് വീഡിയോ പങ്കുവച്ചത്.